നിങ്ങൾ പുറത്തു പോകണം. എന്റെ ഉണ്ണിക്കുട്ടനെ എങ്ങനെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. അമ്മാവും പോണം. ഡോക്ടർ വന്നില്ലേ? വേണ്ടത് ചെയ്തോളൂ. നിങ്ങളും വയ്ക്കോളൂ. ജസ്റ്റ് മാത്രം മതി. ഇവിടെ എങ്ങനെ സംഭവിച്ചത്? മരത്തിന് വീണതാ. ആഴത്തിൽ മുറിവുണ്ട്. ബ്ലീഡിംഗ് നിൽക്കുന്നില്ല ഡോക്ടർ. വാട്ട് ഷാൽ വി ഡു? സ്റ്റിച്ച് ഇടേണ്ടി വരും. യെസ് യെസ് ഓഫ് കോഴ്സ്. സ്റ്റിച്ച് ഇടണം. വേഗം ആകട്ടെ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. യെസ് ഡോക്ടർ. ഇല്ല, നിർമ്മല ഇട്ടാ മതി. ഞാനോ? വേഗമാകട്ടെ. അയ്യോ ഡോക്ടർ, എനിക്ക് എന്താ അറിയില്ലേ? അയ്യോ ഡോക്ടർ, എനിക്ക് ധൈര്യമില്ല. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ ശരിയാവും. ഇട്ടേ പറ്റൂ. ഇല്ല ഡോക്ടർ, എനിക്ക് പറ്റില്ല. ഡോക്ടർ, ഇത് ബ്ലീഡിംഗ് ഹെവി ആവുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. എന്താ ഡോക്ടർ? ഒരു തലകറക്കം പോലെ. കുറച്ച് വെള്ളം. എന്റെ കൈ വിറയ്ക്കുന്നു. ചിലപ്പോഴൊക്കെ ഇങ്ങനെയാ. ഒരുപാട് രക്തം കാണുമ്പോൾ തല ചുറ്റും. ഒരു ഡോക്ടർക്ക് ഇത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അടുത്ത കാലത്ത് ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും തുടങ്ങി. അത് കാര്യമാക്കണ്ട. പേഷ്യന്റിനെ രക്ഷിച്ച പറ്റൂ. നിർമ്മല ചിച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ചിച്ചിട്ടുള്ളൂ. ഞാനല്ലേ പറയുന്നത്. ഇടൂ. അമ്മാവൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. മിടുമിടുക്കൻ ഡോക്ടറാണ്. മോളെ, മോൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എന്റെ ഉണ്ണിക്കുട്ടനെ രക്ഷിച്ച ഡോക്ടർ എന്റെ ദൈവമാണ്. നിങ്ങൾ ആരാണ്? എന്താ നാവിറങ്ങിപ്പോയോ? പറയണം, ആരാണ് നിങ്ങൾ? എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം. സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു ഡോക്ടർ അല്ല. കോന്നി ഹോസ്പിറ്റലിലെ നഴ്സിനെ 1 വർഷം കൊണ്ട് ഡോക്ടറാക്കിയ കഥ കേട്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇല്ലാത്ത മരുന്നിന്റെ പേരെഴുതിയത് എന്റെ അറിവില്ലായ്മയാണെന്ന് സൂചിപ്പിച്ചപ്പോഴും, ആ മരുന്നില്ലെങ്കിൽ അൾസറിനും വാദത്തിനും ഒക്കെ എനിക്കറിയാവുന്ന മരുന്നുകൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ സംശയിച്ചിരുന്നു. നിർമ്മല എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. എന്റെ സഹായം കിട്ടാൻ വേണ്ടി പല രീതിയിൽ നിങ്ങൾ അഭിനയിച്ചു. ഞാനൊരു വീട്ടിൽ അടുത്തറിയും മുമ്പ് ഞാൻ നിങ്ങളോട് അടുത്തു. You are a cheat, professionally and personally. You are a bad criminal. പഠിച്ചകൊള്ളാം. ഈ തമ്മടത്തിനൊരു കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. എന്നോടിത് വേണ്ടായിരുന്നു. ഗുഡ് ബൈ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം സാർ. നമസ്കാരം ഡോക്ടർ. മറക്കില്ല ഡോക്ടർ, ഒരു കാലത്ത് ഞങ്ങൾ മറക്കില്ല. കിടക്കാത്ത ആശുപത്രികളും ചികിത്സിക്കാത്ത ഡോക്ടർമാരും ഇല്ലായിരുന്നു. ഡോക്ടർ എനിക്ക് പുനർജന്മം തന്നു. ഡോക്ടർ ദൈവം രക്ഷിക്കട്ടെ. അതെ അതെ. ഗോഡ് ഹീൽസ് ബട്ട് ഡോക്ടർ ടേക്സ് ദ ഫീസ് എന്നാണല്ലോ. വരട്ടെ. ശരി സാർ. മന്ത്രി അദ്ദേഹം വന്നാട്ടെ. അയ്യോ, ഇതെന്ത് പറ്റി? ഇതാ ഞങ്ങളുടെ ഡോക്ടർ രാജഗോപാൽ MBBS MD. ഡോക്ടർ എന്താ കൈ ഇങ്ങനെ? അത് ഈ ഫിസിയോതെറാപ്പിയുടെ ഒരു റിസർച്ചിന് വേണ്ടി കൈ സൺറൈസിൽ കാണിച്ചുള്ള എക്സർസൈസ്. കണ്ടോ മിടുമിടുക്കനാ. എപ്പോ നോക്കിയാലും റിസർച്ചാ. അറിയാമല്ലോ, പൊതുമരാമത്ത് മന്ത്രി. ഞങ്ങൾ സുഹൃത്തുക്കളാ. വീട്ടിൽ വന്നപ്പോ ഞങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഡോക്ടറെ ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഞാൻ കോന്നിയിലുണ്ടായിരുന്നു, ചുനക്കരയിലുണ്ടായിരുന്നു, പിന്നെ അഴീക്കോടുണ്ടായിരുന്നു.
അതല്ല, വേറെ നല്ല പരിചയമുള്ളതുപോലെ. എങ്കിൽ അത് ഞാനായിരിക്കില്ല. നമുക്ക് ആശുപത്രിയൊക്കെ ചുറ്റിക്കറങ്ങി ഒന്ന് കാണാം. ഉം. ഇതൊക്കെ ഒന്ന് വലുതാക്കി എടുക്കണം. സഹായം വേണ്ടി വരും. ഉം. ഞങ്ങൾ റൂമിലേക്ക് വരാം. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. കഴിക്ക് മോനെ, കഴിക്ക്, അല്ലെങ്കിൽ ചേച്ചിക്ക് ദേഷ്യം വരും. കഴിക്ക്. ആ അമ്മ ഇത് കണ്ടോ? ഈ കുഞ്ഞുണ്ണി കഴിക്കുന്നില്ല. കഴിക്കും മോനെ. അമ്മയ്ക്കിനി കഞ്ഞി വേണോ? വേണ്ട, മോള് കഴിച്ചോ. ഞാൻ പിന്നെ കഴിച്ചോളാം. ആരാ മോളെ? അത് ആശുപത്രിന്ന് അമ്മേ. എന്ത് വേണം? ഒന്നും വേണ്ടിയിട്ടല്ല. സിസ്റ്റർ പോകുന്നതിന് ശേഷം ഞാനും ഇറങ്ങി. എവിടേക്കാ പോകണ്ടെന്ന് അറിയില്ലല്ലോ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പോലീസ് കൊണ്ടുപോകുന്നത് താങ്ങാനാവില്ല. ഞാൻ ആശുപത്രിയുടെ വെളിയിൽ നിന്ന് നോക്കിയായിരുന്നു. ഇതുവരെ ആരും വന്നില്ല. അത്രയെങ്കിലും കരുണ കാട്ടിയല്ലോ, നന്ദി. ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല, നിർമ്മല ചോദിച്ച ചോദ്യത്തിന് നിർമ്മല തന്നെ ഉത്തരം കണ്ടെത്തിയല്ലോ. പഠിച്ച കള്ളൻ, ബോൺ ക്രിമിനൽ. ശരിയാണ്, ഒക്കെ ശരിയാണ്. എങ്കിൽ പിന്നെ വേറെ എന്ത് കാര്യം പറയാനാണ് ഈ രാത്രി ഇവിടെ വന്ന് ശല്യം ചെയ്യുന്നത്? ജീവിക്കാൻ മറ്റു വഴിയില്ലാതായപ്പോ ഈ തട്ടിപ്പ് ചെയ്തു പോയതാണെന്ന് ന്യായീകരിക്കാൻ വന്നതാണോ? അവനെ കണ്ടോ? എന്റെ കൂടെ പിറന്നതാ. 6 കൊല്ലമായി കിടക്കുന്ന കിടപ്പാണ്. ബോംബെയിൽ ഒരു ന്യൂറോ സർജനെ കാണിക്കാൻ വേണ്ടി പല ഡോക്ടർമാരും പറഞ്ഞു. സാധിച്ചില്ല, പണമില്ലാത്തതുകൊണ്ട്. പണമുണ്ടാക്കാൻ വേണ്ടി എനിക്കും വഴിവിട്ട് വല്ലതും ചെയ്യാമായിരുന്നു. എന്നിട്ടിതുപോലെ ന്യായീകരിച്ചാൽ മതിയല്ലോ. ഇല്ല, ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ചിലപ്പോ ജന്മനാ തന്നെ എന്നിലൊരു കള്ളൻ ഒളിച്ചിരുന്നിട്ടുണ്ടാവണം. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, എന്റെ വിജയം, എന്റെ നിലനിൽപ്പ്, അതിനുവേണ്ടി ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. 4-5 മനുഷ്യാത്മാക്കളെ ഒരു കൂട്ട മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു വഴിയും എന്റെ തലച്ചോറിൽ തോന്നിയില്ല. അതുകൊണ്ട് മാത്രം. കുറച്ച് പണം, അത് കിട്ടുന്നത് വരെ നിൽക്കാനായിരുന്നു ഉദ്ദേശം. ഇനി വേണ്ട. നിർമ്മല ആശുപത്രിയിൽ പോകണം. ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല. ചിലപ്പോ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. ഞാൻ പോവുക. വേണ്ട, ഞാനിത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇനിയും തുടരുമായിരുന്നില്ലേ? ഞാൻ കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാതിരിക്കണ്ട. ഇല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കുറ്റങ്ങൾക്ക് നിർമ്മലയെ കൂടി ബലിയാടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പേടി എനിക്കില്ല. നിങ്ങൾ പിടിക്കപ്പെട്ടാൽ അത് നിങ്ങളുടെ വിധി. പിന്നെ നിങ്ങൾ പറയണം ഞാനും കൂട്ടുനിന്നെന്ന്. അപ്പൊ എന്നെ ശിക്ഷിക്കുമായിരിക്കും. ആ ശിക്ഷ കൂടി നിങ്ങൾ എനിക്ക് വാങ്ങിത്തരണം. അപ്പോഴേ നിങ്ങൾ നിങ്ങളാകും. എല്ലാം തുറന്നു പറഞ്ഞിട്ടും ഇത്തരം മുള്ളുവെച്ച വാക്കുകൾ വേണോ? ഞാൻ ചതിയനാണ്, അശേഷം സ്വഭാവശുദ്ധി ഇല്ലാത്തവനാണ്. പക്ഷേ നിർമ്മലയോടുള്ള എന്റെ ഇഷ്ടം, അതിൽ മാത്രം കാപട്യമില്ലായിരുന്നു എന്ന് വിശ്വസിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ആശുപത്രിയിൽ വരുന്നതും വരാത്തത് ഇനി നിങ്ങളുടെ ഇഷ്ടം. എന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു എന്ന് മാത്രം. ഒരപേക്ഷയുണ്ട്. തിരിച്ചറിവില്ലാതെ ഓരോ രോഗങ്ങളുമായി വരുന്ന പാവങ്ങളെ ചികിത്സിച്ച് കൊല്ലരുത്. ഒന്നെങ്കിൽ മറ്റെവിടേക്കെങ്കിലും റെഫർ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ അറിയിക്കുക. നാഥനില്ലാത്ത കുടുംബങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് മാത്രം. ഹലോ, മൃഗാശുപത്രിയാ? ഇത് ഭ്രാന്താശുപത്രിയാ? ശരിക്കുള്ള നമ്പർ ഡയൽ ചെയ്യടോ.
മൃഗാശുപത്രിയോ? അതെ, മൃഗാശുപത്രിയാണ്. എന്ത് വേണം? ഞാൻ ആരാണെന്നോ? താൻ ആരാടോ? ഇത് ശങ്കരമംഗലം തറവാടാണ്, പ്രശസ്തമായ ശങ്കരമംഗലം തറവാട്. ഇവിടെ വിളിച്ച് മൃഗാശുപത്രിയാണോ മൃഗാശുപത്രിയാണോ എന്ന് ചോദിക്കുന്നത് മനഃപൂർവ്വമാണോ? എങ്കിൽ താൻ കളിക്കുന്നത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. എടോ, ആരെ ആരെ? നന്ദിനിയോ? അയ്യോ നന്ദിനി, ഇത് ദേവേട്ടനാണ്, ദേവേട്ടനാണ്. അതെ, ഇപ്പൊ 2 തവണ മൃഗാശുപത്രിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വന്നു. സോറി സോറി സോറി. ഇല്ല ഇല്ല, അച്ഛനമ്മ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. എന്ത് വിശേഷമാണേലും എന്നോട് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ആശുപത്രി ഞാൻ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഊമക്കത്ത് അത് വെറും നുണയാണ് കേട്ടോ. എന്ത്? അടുത്ത ആഴ്ച വരികയാണെന്നോ? വെരി ഗുഡ്. അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ? ഹലോ 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 ഹലോ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അമ്മാവാ, അമ്മാവാ, അമ്മായി, നന്ദിനി അടുത്ത ആഴ്ച ലണ്ടനിൽ നിന്ന് വരുന്നു. അമ്മാവാ, എന്താ? ഇപ്പൊ ഫോൺ വന്നു. നന്ദിനി അടുത്ത ആഴ്ച പുറപ്പെടും അത്രേ. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു, അപ്പോഴേക്കും ഫോൺ കട്ടായി പോയി. ഞാൻ മുറി ചെന്നിരിക്കാം, വീണ്ടും ഫോൺ വന്നെങ്കിലോ? ഏഴുനില മാളികമേലേ അലങ്കാരമണിയറയിൽ തമ്പുരാനണിഞ്ഞൊരുങ്ങി. ഏഴുനില മാളിക